Hey everyone, welcome back to my channel. ഇന്ന് ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഷൂട്ടാണ്. സ്റ്റുഡിയോൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് ബാക്കിയുണ്ട്. അതായത് കുറച്ച് ബൊഹേമിയൻ തീമിന് മാച്ച് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ് വാങ്ങി വയ്ക്കുക, സോഫ വാങ്ങുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റുഡിയോയിലേക്ക് വരാം, ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡെനിം വെസ്റ്റിന് ഞാൻ റീസെൻ്റ്ലി ലിവൈസിൽ നിന്ന് മേടിച്ച ഒരു ഡെനിം വെസ്റ്റാണ്. സോ ഇതിനെ ഞാൻ മൾട്ടിപ്പിൾ വേസിൽ സ്റ്റൈൽ ചെയ്ത് നോക്കാൻ പോവാണ്. ഇതെങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനും ഇത് ഏതൊക്കെ വേണം അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതല്ല. നല്ല അടിപൊളി സ്റ്റൈലിസ്റ്റ്സ് ഒക്കെ പറയുമല്ലോ, നമുക്ക് വാർഡ്രോബിൽ ബേസിക് ആയിട്ട്, അതായത് ഒരു വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് ഷർട്ട്, എന്തെങ്കിലും ഒരു ഡെനിം ജാക്കറ്റ് അല്ലെങ്കിൽ വെസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പല പല സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുറേ ഔട്ട്ഫിറ്റ്സ് വാങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു ഡെനിം വെസ്റ്റിന് എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്കേർട്ട്സും ഷോർട്ട്സും അങ്ങനെ ഇതിന് കൂടെ പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അതായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഓരോ ഔട്ട്ഫിറ്റും കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഒരു റേറ്റിംഗ് കൊടുക്കാം. ഓൺ 10 ഇതെനിക്ക് എത്ര ഇഷ്ടമായി എന്നുള്ളത് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഞാനിതിനെ ഒരു ബേസിക് വൈറ്റ് ലെഗ് ജീൻസ് ആയിട്ട് സെയിം കളറിൽ, ഒരു സെയിം ബ്ലൂ കളറിൽ തന്നെയുള്ള ഒരു ജീൻസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. കൂടാതെ ഈ ഒരു ബൂട്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള വാച്ചാണ്. പിന്നെ ഈ ബൂട്ട്സിന് അത്യാവശ്യം മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ബാഗും കൂടെ എടുക്കുന്നുണ്ട്. സോ ഇത് ഫുള്ള് ഇട്ടിട്ട് ഞാൻ വരാം. ഇനി സ്റ്റൈൽ ടൂവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡെനിം വെസ്റ്റിൻ്റെ കൂടെ താഴേക്ക് ഞാനൊരു വൈറ്റ് ഫോർമൽ പാൻറ്റ്സാണ് ഇട്ടിട്ടുള്ളത്, കുറച്ചും കൂടി ഒരു ഓഫീസ് കൈൻഡ് ഓഫ് ഒരു ലുക്കിലേക്ക് മാറ്റാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബ്ലോക്ക് ഹീൽസ് ആണ് ഇടുന്നത്. ആൻഡ് ഒരു മിനിറ്റ്, പിന്നെ ബാഗ് ഞാൻ ഈ ഒരു ബാഗാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെയർ മാത്രം ഞാനത് ബാക്കിലേക്ക് ടൈ ചെയ്തു, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഇനി തേർഡ് ഓപ്ഷനായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഡെനിം വെസ്റ്റ് ഞാനൊരു ഷോർട്ട്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും ഈ ഡെനിം എന്നുള്ളൊരു ഫീൽ മാറ്റാനായിട്ടും അറ്റൻഷൻ ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ ഞാൻ ഉള്ളിലൊരു വൈറ്റ്, നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ട്യൂബ് ടോപ്പ് വല്ലതും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വൈറ്റ് ട്യൂബ് ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഞാൻ ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഡെനിം വെസ്റ്റ് ഞാനൊരു ജാക്കറ്റ് പോലെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഫസ്റ്റ് ബട്ടൺ മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ബാക്കി ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു ക്രോസ് ബോഡി ബാഗാണ് ഇട്ടിരിക്കുന്നത് ആൻഡ് വൈറ്റ് ഷൂ. ഇതാണ് ഷൂ. ഈ ഒരു വൈറ്റ് ഷൂ ആണ് ഞാൻ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ വാച്ചും മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇട്ടിരുന്ന വാച്ച് മാറ്റിയിട്ട് കുറച്ചും കൂടെ കാഷ്വൽ ഫീൽ തോന്നിക്കാൻ ഒരു ആപ്പിൾ വാച്ച് കെട്ടിയിട്ടുണ്ട്. ഫുള്ളി ഒരു നല്ലൊരു വെക്കേഷൻ, ഒരു കാഷ്വൽ ഫിറ്റ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു. അടുത്തത് ഞാൻ അഗൈൻ ഒരു ഡെനിം ആൻഡ് ഡെനിം കോംബോ ആണ് കാണിക്കുന്നത്. ഇതങ്ങോട്ട് എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയോ പ്രശ്നം തോന്നിയൊരു കോമ്പിനേഷനാണ്. എനിക്കറിയില്ല, എനിക്ക് ഈ സ്കേർട്ടും ഇതും കൂടെ അറിയില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. എനിക്കിത് അങ്ങോട്ട് സെറ്റായില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കാണിക്കുകയാണ്. ഇത് ഒരു ഡെനിം സ്കേർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, കൂടി ഡെനിം വെസ്റ്റും, പിന്നെ ഒരു ഫുട്വെയർ. ആ ഫുട്വെയർ ഞാൻ കാണിച്ചു തരാം. പിന്നെ സെയിം വാച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വേറെ ആക്സസറീസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഫുട്വെയർ നിങ്ങൾ ഇൻ കേസ് കണ്ടില്ലെങ്കിൽ ഇതാണ് ഞാൻ ഈ ഒരു ഡെനിം സ്കേർട്ടിൻ ടോപ്പിൻ്റെ കൂടെ ഇട്ട ഫുട്വെയർ. ഇത് തിയേറ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫുട്വെയർ ആണ്. നല്ല ക്യൂട്ട് ഡ്രസ്സ്, പോൾക്ക ഡോട്ട് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. ഈ ലുക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്തും കൂടെ പറയാം. ഇങ്ങനെ വെച്ചാലോ വൃത്തികളുണ്ടോ? സോ ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ഡെനിം വെസ്റ്റ് കുറച്ചും കൂടി ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബേജ് പെലാസോൻ്റെ കൂടെയാണ് ഇട്ടിട്ടുള്ളത്. ഈ ബേജ് പെലാസോൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കുറച്ച് ബാൻഡിൽസ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ഗോൾഡൻ ഹൂപ്പ് ഇയറിംഗ് ഇട്ടിട്ടുണ്ട്, ചെറിയ ഹൂപ്പ്.
പിന്നെ ഞാൻ നേരത്തെ കാണിച്ച അതേ ബ്ലോക്ക് ഹീൽസാണ് ഇട്ടിരിക്കുന്നത്, ട്രാൻസ്പെറൻറ്റ് ബ്ലോക്ക് ഹീൽസാണ് ഇട്ടിരിക്കുന്നത്. ഒരു സൈഡ് മാത്രം ഞാൻ കുറച്ചൊന്ന് ഹാഫ് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു സെയിം ബാഗാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ ലുക്ക് വന്നിട്ടുള്ളത്. ഈ ഹാഫ് ഇൻസേർട്ട് എന്തോ അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല, അപ്പോൾ ഞാനത് ആ ഒരു വി ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതാവും ബെറ്റർ എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിലേതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഏതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, ഇതെല്ലാം അറിയാൻ ഞാനും ക്യൂരിയസ് ആണ്. സോ അതൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്ന റേറ്റിംഗ് പോലെ ഓരോ ഔട്ട്ഫിറ്റും നിങ്ങൾക്കും റേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് മേ ബി യൂസ്ഫുൾ ആയിരിക്കും. പ്ലസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.